കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത നീക്കം ചെയ്യലും രാഷ്ട്രീയ ഇടപെടലുമാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകളും ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഏജൻസികൾ 2 ലക്ഷത്തിനടുത്ത ഉത്തരവ് നൽകിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹയോഗ പോർട്ടൽ വഴിയാണ് ഇതിനായി ഉത്തരവുകൾ നൽകിയിരിക്കുന്നത്. ജന്തർ മന്തർ സമര സമയത്ത് സർക്കാർ ഉത്തരവുകളുടെ എണ്ണം കൂടിയെന്നും മെറ്റയുടെ ഓട്ടോമേറ്റഡ് സംവിധാനം ഇത്തരം സർക്കാർ ഉത്തരവുകൾ പ്രകാരമുള്ള പോസ്റ്റുകൾ സ്വയം നീക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശരാശരി പ്രതിദിനം 1275 അല്ലെങ്കിൽ ഓരോ 68 സെക്കൻഡിലും ഒരു ഓർഡർ എന്ന തോതിലാണ് ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊണ്ടുവന്ന സഹയോഗ് എന്ന പോർട്ടൽ വഴി എല്ലാ സർക്കാർ ഏജൻസികളെയും അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ടാണ് പരാതികൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഉള്ളടക്കം നീക്കുന്നതിന് സഹയോഗ് പോർട്ടൽ വഴി പരാതി നൽകാൻ സാധിക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ 5 മാസത്തിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവിടങ്ങളിൽ നിന്നും 1,95,000 പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ വിവിധ സർക്കാർ ഏജൻസികൾ മെറ്റയ്ക്ക് റിക്വസ്റ്റും നൽകിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്റുകൾ നീക്കിയത് ജന്തർ മന്തർ വിഷയത്തിൽ CJP നടത്തിയ സമരത്തിനിടെയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ പ്രകാരമാണ് സഹയോഗ് പോർട്ടൽ വഴി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഏജൻസികൾ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അയക്കുന്നത്. ലഭിച്ച മൊത്തം ഉത്തരവുകളിൽ പകുതിയോളവും മെറ്റയുടെ കീഴിലുള്ള ഇൻസ്റ്റഗ്രാമിനാണ് ലഭിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പ്രധാന പ്രചരണ ഉപാധിയായതാണ് ഇതിന് കാരണമായി മാറിയത്. ഫേസ്ബുക്കിന് 80,000-ഓളവും യൂട്യൂബിന് 15,000-ഓളവും പോസ്റ്റുകൾ പിൻവലിക്കാനുള്ള ഉത്തരവുകൾ ലഭിച്ചിരുന്നു. ഓരോ റിക്വസ്റ്റിലും സമാന ഉള്ളടക്കമുള്ള 100 കണക്കിന് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം. അതുകൊണ്ട് തന്നെ എത്ര പോസ്റ്റുകൾ നീക്കി എന്നതിൽ കൃത്യമായ കണക്ക് ലഭിക്കില്ല. ഇതുവരെ സർക്കാർ നൽകിയ ഉത്തരവുകളുടെ എണ്ണം 1,95,000 മെറ്റ സഹയോഗവുമായി കൂട്ടി യോജിപ്പിച്ച് സർക്കാർ ഉത്തരവുകൾക്ക് അനുസൃതമായി ഓട്ടോമേറ്റഡ് ആയി പോസ്റ്റുകൾ നീക്കം ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൊണ്ടാണ് പല പോസ്റ്റുകളും നീക്കം ചെയ്യുകയും പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്.